നമ്മുടെ T20 ഫോർമാറ്റ് എടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ അതിൽ മോസ്റ്റ് ഡേഞ്ചറസ് ആയിട്ടുള്ള ബാറ്റ്സ്മാൻമാരാണ് ശരിക്കും നമ്മുടെ ഇന്ത്യൻ ടീമിലുള്ള തിലക് വർമ്മയും അതുപോലെ തന്നെ നമ്മുടെ സ്വന്തം സഞ്ജു സാംസൺ. കാരണം നമ്മൾ ഇതിനു മുന്നേ സീരീസുകളിൽ നമ്മൾ കണ്ടതാണ് കൺസിസ്റ്റന്റ് ആയിട്ട് അടുപ്പിച്ചുള്ള 2 മാച്ചസിൽ സെഞ്ചുറി അടിക്കുന്നതും അതുപോലെ തന്നെ നമ്മുടെ ഏഷ്യ കപ്പിൽ ഗംഭീരമായിട്ട് ആ ഒരു ഫൈനൽ മാച്ചിൽ കളിക്കേണ്ട സമയത്ത് കളിച്ച് ടീമിനെ ഉയർത്തിയതും അല്ലെങ്കിൽ കപ്പ് നേടിക്കൊടുത്തതും അങ്ങനെയൊക്കെ കളിക്കാൻ പറ്റുന്ന ഒരു അൺഎക്സ്പെക്ടഡ് പ്ലെയർ ആണ് ശരിക്കും തിലക് വർമ്മ. അങ്ങനെ വേണമെങ്കിൽ പറയാം. ചില മാച്ചസ് കളിക്കുന്ന സമയത്ത് ഭയങ്കര കൺസിസ്റ്റന്റ് ആയിട്ട് കളിച്ചു തുടങ്ങും, പക്ഷേ ഇപ്പൊ അടുത്തായിട്ട് കുറച്ച് ഫോം ഔട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പ്ലെയർ ആണ്, നമുക്ക് ഒരിക്കലും പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല ഈ പ്ലെയർ എങ്ങനെയാണ് കളിക്കാൻ പോകുന്നത്. കാരണം ആദ്യം നിന്ന് കളിക്കുന്ന സമയത്ത് കുറച്ച് മെല്ലെ മെല്ലെ കളിച്ചു തുടങ്ങി, പിന്നീട് അങ്ങോട്ടായിരിക്കും അടിച്ചു കളിക്കുക. ആ ഒരു കമ്പാക്ക് ആണ് ഇന്നലത്തെ MI വേഴ്സസ് GT മാച്ചിൽ കണ്ടത്. തിലക് വർമ്മയുടെ ആ ഒരു അടിപൊളി കിടിലൻ സെഞ്ചുറി, 45 ബോളിൽ 101 റൺസ്, വെടിക്കെട്ട് പൂരം തന്നെ പറയാം. തുടങ്ങിയത് മെല്ലെയാണെങ്കിൽ പിന്നീട് അങ്ങോട്ട് അടിച്ചു കയറിയത്. അതായത് ആദ്യത്തെ ഒരു 50 അടിച്ചതും പിന്നീട് അടിച്ച 50 തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. അത് ബോളുകൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. അങ്ങനെയുള്ള ഒരു അടിയായിരുന്നു. ആ ഒരു കംബാക്കിലൂടെ തന്നെ ടീം മൊത്തത്തിലൊന്ന് ഉണർന്നു, അങ്ങനെ വേണം പറയാൻ. ഈ ഒരു ടീമിന്റെ ഉണർച്ചയിൽ ഒരു കിടിലൻ സ്റ്റാർട്ട് കൊടുത്ത ശരിക്ക് അണ്ടർ റേറ്റഡ് പ്ലെയർ എന്ന് പറയാം. ശരിക്കും എനിക്ക് അങ്ങനെ തോന്നിയേക്കണം. കാരണം കഴിഞ്ഞ 1-2 മാച്ചിൽ MI തോറ്റിട്ടുണ്ടെങ്കിലും അതിലൊക്കെ ഒരു പ്ലെയർ ഉണ്ട് ഇങ്ങനെ കുഴപ്പമില്ലാത്ത രീതിയിൽ, അല്ലെങ്കിൽ വിക്കറ്റുകളൊക്കെ പോകുന്ന സമയത്ത് കറക്റ്റ് ഇറക്കാൻ പറ്റുന്ന ഒരു പ്ലെയർ. അതായത് ആ ഒരു വിക്കറ്റിനെ സ്റ്റേബിൾ ആക്കാൻ പറ്റുന്ന 1-2 ഫോറുകളൊക്കെ അടിച്ച് കളിനെ ഒന്ന് ബാലൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയർ, അതാണ് നമ്മുടെ നമൻ ധീർ. ഇന്നലത്തെ മാച്ചിലും നമൻ ധീറിന്റെ നോക്ക് ഗംഭീരായിരുന്നു. കാരണം തിലക് വർമ്മ ഒന്ന് മെല്ലെ ഏകദേശം ഒരു 16 ബോളിലൊക്കെ 13 റൺസ് അങ്ങനെയൊക്കെയായിരുന്നു ശരിക്കും തിലക് വർമ്മ ആദ്യത്തെ ടൈമിൽ ഉണ്ടായിരുന്നത്. അപ്പൊ ആ സമയത്ത് പോലും കൂളായിട്ട് ഫോറുകൾ അടിച്ച് പിന്നെ അങ്ങോട്ട് 6 ഒക്കെ അടിച്ച് ആള് ഈ പിച്ചിൽ അടിക്കാൻ പറ്റുന്ന രീതിയിൽ കാണിച്ചു തന്നിട്ടുള്ള ഒരു കളിയായിരുന്നു ഇന്നലെ നമൻ ധീറിന്റെ ഉണ്ടായിരുന്നത്. അങ്ങനെ ഇന്നലത്തെ ഫൈനൽ റിസൾട്ട് നോക്കുന്ന സമയത്ത് കളിയിൽ MI ജയിച്ചിരിക്കുകയാണ്. അത് ചെറിയ ജയല്ല, ബിഗ് വിൻ തന്നെയാണ്. 99 റൺസിന്റെ വിജയം. 199 റൺസാണ് ഫസ്റ്റ് ബാറ്റ് ചെയ്തിട്ട് MI എടുത്തെങ്കിൽ GT ബാറ്റ് ചെയ്തപ്പോൾ 100 റൺസിൽ ഓൾ ഔട്ട്. ഇന്നലത്തെ മാച്ചിലെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ MIക്കായിരുന്നു ഫസ്റ്റ് ബാറ്റ് ഉണ്ടായിരുന്നത്. ശരിക്കും ടോസ് കിട്ടിയത് GTക്കാണെങ്കിലും ബൗളാണ് ചൂസ് ചെയ്തത്. പ്രത്യേകിച്ച് അവരുടെ ഹോം ഗ്രൗണ്ട് തന്നെയാണ് അഹമ്മദാബാദിൽ. ബാറ്റിംഗ് തുടങ്ങിയ MIക്ക് അടിച്ചു കളിക്കാനുള്ള ഒരു പ്ലാൻ തന്നെയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഫസ്റ്റ് വിക്കറ്റ് പെട്ടെന്ന് തന്നെ പോയി. അത് കഴിഞ്ഞ് പിന്നീട് ഓരോ വിക്കറ്റുകൾ അടുപ്പിച്ചടുപ്പിച്ച് പോവുകയും പക്ഷേ റൺ അധികം കുറക്കാത്ത രീതിയിൽ കളിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടായിരുന്നു എല്ലാ ബാറ്റ്സ്മാൻമാരും. പക്ഷെ ആ ഒരു രീതിയിൽ എത്തിയില്ല. കാരണം ബോളുകൾ നന്നായിട്ട് തന്നെ പിടിച്ചുകൊണ്ടാണ് ശരിക്കും ഫസ്റ്റ് GT ബോൾ ചെയ്തത്. അത് കഴിഞ്ഞ് നമ്മുടെ നമൻ ധീർ ക്രീസിൽ എത്തിയപ്പോൾ തൊട്ടാണ് സ്കോർ ഒന്ന് മെല്ലെ കയറി തുടങ്ങിയത്. ആൻഡ് നമൻ ധീറിന്റെ കൂടെ തിലക് വർമ്മയും കൂടി വന്നപ്പോൾ പിന്നീട് അങ്ങോട്ട് ഒരു ഗംഭീര വെടിക്കെട്ടായിരുന്നു. പക്ഷെ തിലക് വർമ്മ സ്റ്റാർട്ട് ചെയ്തത് ആ സമയത്തായിരുന്നില്ല. നമൻ ധീർ ഒന്ന് അടിച്ച് കളിച്ച് സ്കോറൊക്കെ ഒന്ന് കയറ്റിയതിനു ശേഷം ഔട്ടായപ്പോഴാണ്, ഒരു ബേസ് ഉണ്ടാക്കി ഔട്ടായി കഴിഞ്ഞപ്പോൾ തൊട്ട് പിന്നെ തിലക് വർമ്മയുടെ അടിയായിരുന്നു. അപ്പുറത്ത് ഒരു കാണിയെ പോലെ നമ്മുടെ ഹർദിക് പാണ്ഡ്യ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു മാച്ച്. ആൻഡ് ഹർദിക് പാണ്ഡ്യയുടെ ആവേശവും ഒന്നും പറയാനില്ല. ഇന്നലെ ഓരോ ഷോട്ടുകൾ അടിക്കുന്ന സമയത്തും ആളവിടെ നിന്ന് ഫുള്ള് ആ ഒരു എന്താ പറയുക, നമ്മൾ മാച്ച് കാണുന്ന ഒരു ഫീൽ ഉണ്ടാവില്ല, ആ ഒരു ഫീൽ തന്നെ ആൾ ഫുൾ കമന്ററി അവിടെ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഭയങ്കര ഊർജ്ജസ്വലനായിട്ടായിരുന്നു ഇന്നലെ ഹർദിക് പാണ്ഡ്യനെ കണ്ടത്. പക്ഷെ ആ ഒരു ഊർജ്ജസ്വലത ഹർദിക് പാണ്ഡ്യ ബാറ്റ് ചെയ്ത സമയത്ത് കിട്ടിയില്ല, പെട്ടെന്ന് തന്നെ ഔട്ടായി. അങ്ങനെ തിലക് വർമ്മയുടെ ആ ഒരു സെഞ്ചുറിയിലൂടെ 199 റൺസ് മുംബൈ ഇന്ത്യൻസ് 20 ഓവറിൽ കംപ്ലീറ്റ് ചെയ്തു. അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തിലക് വർമ്മയെ കുറിച്ച് പറയുന്ന സമയത്ത് എടുത്തു പറയേണ്ട പ്ലെയർ തന്നെയാണ് നമൻ ധീർ. അപ്പൊ രണ്ടുപേരും കൂടിയാണ് ശരിക്കും ആ ഒരു ടോട്ടലിലോട്ട് മുംബൈ ഇന്ത്യൻസിനെ എത്തിച്ചത്. GTയുടെ ബോളിംഗിലോട്ട് വരികയാണെങ്കിൽ എന്നത്തെയും പോലെ തന്നെ റാഷിദ് ഖാൻ അത്യാവശ്യം നല്ല രീതിയിലുള്ള എക്കണോമിയിൽ ബോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. വിക്കറ്റ് ഒന്നും കിട്ടിയില്ല. മുഹമ്മദ് സിറാജും കുഴപ്പമില്ലാത്ത രീതിയിൽ ബോൾ ചെയ്തു, ഒരു വിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ കളിയിൽ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിയത് റബാഡയായിരുന്നു. 3 വിക്കറ്റ്, അതും നല്ല രീതിയിലുള്ള എക്കണോമിയിൽ. എടുത്തു പറയേണ്ട വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ പ്രസിദ്ധ് കൃഷ്ണക്ക് ഒരു വിക്കറ്റ് കിട്ടിയെങ്കിലും ബൗളിംഗിൽ 50 അടിച്ചിട്ടുണ്ടായിരുന്നു. ചേസിംഗിന് ഇറങ്ങിയ GTയുടെ ബാറ്റിംഗ് ഫസ്റ്റ് തന്നെ പാളിച്ചായിരുന്നു. കാരണം സായ് സുദർശൻ ഫസ്റ്റ് ബോളിൽ തന്നെ ഔട്ടായി. അതും കഴിഞ്ഞ 5 മാച്ചസ് ആയിട്ട് വിക്കറ്റ് കിട്ടാത്ത നമ്മുടെ നമ്പർ 1 ബൗളർ ജസ്പ്രീത് ബുംറയുടെ ബോളിൽ തന്നെ അദ്ദേഹത്തിന്റെ ഒരു കംബാക്കും കൂടിയായിരുന്നു ഇന്നലത്തെ മാച്ച്. ഫസ്റ്റ് ബോളിൽ തന്നെ ആ ഒരു വിക്കറ്റ് എടുത്ത് അവിടെ ഒരു പ്രഷർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റി GTയുടെ മുകളിൽ. അത് കഴിഞ്ഞ് വന്നിട്ടുള്ള ജോസ് ബട്ട്ലറിനെ അടുത്ത ഓവറിൽ ഹർദിക് പാണ്ഡ്യയും കൂടി ഔട്ടാക്കിയപ്പോൾ അവിടെ കംപ്ലീറ്റ്ലി കളി MIയുടെ കയ്യിലോട്ട് ഓൾറെഡി എത്തിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ശുഭ്നം ഗില്ലും അതുപോലെ തന്നെ വാഷിംഗ്ടൺ സുന്ദറും കുറച്ചൊന്ന് അടിച്ചു കളിച്ചു. അതിൽ വാഷിംഗ്ടൺ സുന്ദറാണ് ഒന്ന് അടിച്ചു തുടങ്ങിയത്. അടിച്ചൊന്ന് കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുമ്പോഴേക്ക് ഗില്ലിന്റെ വിക്കറ്റ് നമ്മുടെ അശ്വിനി കുമാർ എടുത്തു. അതുകൂടാണ്ട് തന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ സുന്ദർ ഔട്ടായി. മിച്ചൽ സാൻഡർ ആയിരുന്നു വിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ മിച്ചൽ സാൻഡറും അതുപോലെ അശ്വിനി കുമാറും പിന്നെ ഗസൻ ഫറും ഇവരെ 3 പേരും കൂടി ചേർന്ന് ആ ഒരു GT ബാറ്റിങ്ങിനെ കംപ്ലീറ്റ്ലി തകർത്ത് 100-ൽ ഓൾ ഔട്ട് ആക്കി കളഞ്ഞു. MIയുടെ ബോളിംഗിൽ നോക്കുകയാണെങ്കിൽ ഹർദിക് പാണ്ഡ്യ ആദ്യം ഒന്ന് റൺസ് കൊടുത്തു, പക്ഷെ എന്നാലും ഒരു വിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വിക്കറ്റ് ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് തന്നെ ഹർദിക് പാണ്ഡ്യനെ പ്രത്യേകം മെൻഷൻ ചെയ്യേണ്ടതാണ്. പിന്നെ എടുത്തു പറയേണ്ടത് നമ്മുടെ അശ്വിനി കുമാറാണ്. 4 വിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു, അത്യാവശ്യം നല്ല രീതിയിലുള്ള എക്കണോമിയിൽ. അതുപോലെ തന്നെ നമ്മുടെ ജസ്പ്രീത് ബുംറ ഒരു വിക്കറ്റ് ആണ് എടുത്തതെങ്കിലും അത് കിടിലൻ എക്കണോമി തന്നെയായിരുന്നു, അധികം റണ്ണൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ മിച്ചൽ സാൻഡറും അതേ രീതിയിലുള്ള പിടുത്തം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്, 2 വിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഗസൻ ഫറും അവസാനം തൊട്ട് 2 വിക്കറ്റ് എടുത്തു. അങ്ങനെ ആ ഒരു ബൗളിംഗ് അറ്റാക്കും ഗംഭീരമായതുകൊണ്ട് തന്നെയാണ് ശരിക്കും 99 അല്ലെങ്കിൽ 100 റൺസ്, ശരിക്കും എനിക്ക് തോന്നി 100 റൺസ് കടക്കുമോ എന്നുള്ള രീതിയിൽ തന്നെ ഉണ്ടായിരുന്നു കളി ഇന്നലെ കണ്ട സമയത്ത്. പിന്നെ എങ്ങനെയൊക്കെയോ ആണ് ഒരു 100 എന്നുള്ളൊരു
ടോട്ടലിലോട്ട് എത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു 98-99 തന്നെ കളി അവസാനിച്ചേനെ. എന്തായാലും തിലക് വർമ്മ എടുത്ത 101 റൺസിന്റെ അടുത്ത് പോലും ജി ടിക്ക് ഇന്നലെ എത്താൻ പറ്റിയില്ല. ജി ടി ഇന്നലെ 100 റൺസിന് ഓൾ ഔട്ട് ആയി എന്ന് പറയാം. ശരിക്കും നോക്കുകയാണെങ്കിൽ തിലക് വർമ്മ വേഴ്സസ് ജി ടി ആയിരുന്നു ഇന്നലത്തെ മാച്ച്. അതിന്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് നമന്തിനെ കൂടി കൂട്ടാം. അപ്പോൾ എന്തായാലും ദൈവത്തിന്റെ പോരാളികളുടെ ഒരു കംബാക്ക് ആണ് ഇന്നലെ നമ്മൾ കണ്ടത്. ടീം കംപ്ലീറ്റ്ലി സെറ്റ് ആണ് ഇന്നലത്തെ മാച്ചിൽ. കാരണം അശ്വിനി കുമാറിനെ ഇതിന് മുന്നിലുള്ള മാച്ചസിലൊന്നും കൊണ്ടുവന്നില്ല എന്ന് തോന്നുന്നു. അതിന്റെ ഒരു കുറവ് അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്നലെ വന്നു ആള് നന്നായിട്ട് തന്നെ ബോൾ ചെയ്ത് കിടിലൻ വിക്കറ്റ് എടുത്തു. ബുംറയുടെ കംബാക്ക് ഓൾറെഡി വന്നിട്ടുണ്ട്. മിച്ചൽ സാന്റ്നർ നല്ലൊരു സ്പിന്നറാണ്. അപ്പോൾ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ബൗളിംഗ് സെറ്റ് ആണ്. ബാറ്റിംഗിലാണെങ്കിലും തിലക് വർമ്മ ഫോം ആയിട്ടുണ്ട്. കിൻഡൻ ഡിക്കോക്ക് ആണെങ്കിലും കഴിഞ്ഞൊരു മാച്ചിൽ സെഞ്ചുറി അടിച്ചതാണ്. സൂര്യകുമാറും ഹർദിക് പാണ്ഡ്യയും കൂടി കളത്തിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നൊന്നും നോക്കാനില്ല. കാരണം നമൻതീറും അവിടെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരാളാണ്. ഇനിയുള്ള മാച്ചസ് എംഐയുടെ ഗംഭീരായിരിക്കും. CSK ഒന്ന് കരുതിയിരുന്നു. CSKയുടെ കൂടെയാണ് തോന്നുന്നു അടുത്ത മാച്ച് ഉള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. അടുത്ത മാച്ചസിന്റെ വിശേഷങ്ങളായിട്ട് പിന്നെ വരാം. അത്രേ ഉള്ളൂ.